ഈ പുഴ കര കവിഞ്ഞാൽ അപ്പർ കുട്ടനാട്ടുകാരുടെ ദുരിതം തുടങ്ങി എന്ന് തന്നെ പറയാം. മഴ കുറഞ്ഞാലും ദുരിതം തോരാൻ ദിവസങ്ങൾ പിന്നെയും എടുക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാടും വീടും ആകെ വെള്ളത്തിലാകുമോ എന്ന ആശങ്കയിലാണ് ഈ മേഖലയിലുള്ള ആളുകളൊക്കെ കഴിയുന്നത്. അപ്പം അപ്പർ കുട്ടനാട്ടിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവിടെ എന്താണ് നിലവിലത്തെ അവസ്ഥ എന്നുള്ളത് അഭിലാൽ പറഞ്ഞു തരും. അഭിലാൽ, നേരത്തെയൊക്കെ നമ്മൾ കണ്ടതാണ്, റോഡിലൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് പ്രദേശത്തെ അവസ്ഥ? മഴയുണ്ടോ, കാറ്റുണ്ടോ, എന്താണ് അവസ്ഥ? രശ്മി, കടപ്ര ഗ്രാമപഞ്ചായത്തിലെ വരമ്പനകത്ത് മല എന്നുള്ള പ്രദേശമാണ്. മണിമലയാർ കടന്നു പോകുന്നത് ഈ മേഖലയിൽ നിന്നും ഒരു 100 മീറ്റർ മാത്രം അകലെയാണ്. വീടിനകത്തും പുറത്തും ഒരുപോലെ വെള്ളം എന്നുള്ളതാണ് സ്ഥിതി. ഏതാനും ദിവസമായി ഈ മേഖലയിലേക്ക് വീടിന്റെ പരിസരത്ത് വെള്ളം കയറി തുടങ്ങിയിട്ട്. ഈ സമയത്ത് ആളുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നുന്നു ശുദ്ധമായ വെള്ളം, അതായത് കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. ചേട്ടാ, ഇത് എങ്ങോട്ട് കൊണ്ടുപോവാ? വീട്ടിലേക്കാണോ? വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഞങ്ങളുടെ കിണർ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോവുകയാണ് കുടിക്കാൻ വേണ്ടി. കുടിക്കണം. എത്ര ദിവസമായിട്ട് ഇങ്ങനെ? ഇതിപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഈ സ്ഥിതിയാണ്. ഇപ്പോൾ 5ാമത്തെ വെള്ളമാണ് പൊങ്ങുന്നത് ഈ പ്രാവശ്യം. 5ാമത്തെ വെള്ളം. എല്ലാ വെള്ളവും ഈ സെയിം തന്നെ വന്നിട്ടുമുണ്ട്. അപ്പം ഞങ്ങൾക്ക് കുടിവെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ വീട്ടിലും കിണറുണ്ടോ? കിണറെല്ലാ വീട്ടിലും ഉണ്ട്. പക്ഷേ കിണറ്റിലെല്ലാം വെള്ളം ഇത് ആ അവസ്ഥ കണ്ടോ, കിണറെല്ലാം മുങ്ങാറായി നിൽക്കുകയാണ്. അപ്പോൾ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഈ അഴുക്ക് വെള്ളമല്ലേ, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്നാണ് എടുക്കുന്നത് കുടിക്കാനായിട്ടും എല്ലാത്തിനും. മിക്കവാറുള്ള വീടുകളിലൊക്കെ തന്നെ വെള്ളമുണ്ട്. പക്ഷേ കിണറിൻ്റെ ഭാഗം കെട്ടി ഉയർത്താത്തതിനാൽ പ്രദേശത്ത് വെള്ളം ഉയരുന്നതിന് സമാനമായി തന്നെ കിണറ്റിലേക്കും വെള്ളം വീഴും. അങ്ങനെ കിണർ വെള്ളം മലിനമാകുന്നതാണ് സ്ഥിതി. അപ്പർ കുട്ടനാട്ടിലെ ദുരിത കാഴ്ചകൾക്കിടയിൽ അല്പം കൗതുകമുള്ള കാഴ്ചകൾ കൂടിയുണ്ട്. ഈ വെള്ളം ഉയർന്ന സ്ഥിതിക്ക് ഇവിടെ തന്നെ നിന്ന് വീടിന്റെ പടിക്കെട്ടിലിരുന്ന് മീൻ പിടിക്കാം. അതെ അതെ, തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകും. ഏതാ ഐറ്റം? ഏതാ? കല്ലുമുട്ടി. ധാരാളമായിട്ടുള്ളതാണോ? കണ്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. പുഴയിൽ നിന്ന് കണ്ടത്തിൽ നിന്ന് വരുന്നതാണോ? അതെ അതെ, കണ്ടത്തിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ഗോതമ്പിട്ട് കഴിച്ചാൽ കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം കറി വെക്കാനുള്ള മീനും കിട്ടും. ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ഞായർ. ഇന്ന് കല്ലുമുട്ടി കറി വെക്കാം. അതെ അതെ. ഒരു കറിക്കുള്ളത് കിട്ടാൻ കുറെ സമയം എടുക്കും. സമയം എടുക്കും. വീടിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് അകത്ത്? അകത്ത് ഇപ്പം അടുക്കളയിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഇപ്പം എന്താ പറയുക, അതേ അമ്മ വരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര തീരെ വയ്യ. ഇന്നലെ ആശുപത്രിയിൽ പോയിട്ട് വന്നതാണ്. അടുക്കള വെള്ളമാ, പിന്നെ എന്താ ചെയ്യാനാ? വല്ലതും പരിപാടിക്കാതിരിക്കാൻ ഒക്കുമോ? രാവിലെ എന്താ വെച്ചു? രാവിലെ ഇപ്പം കപ്പ അടുപ്പേ നിൽക്കുന്നു, കാപ്പി തിളപ്പിച്ചു, കഞ്ഞി. ഞങ്ങൾ 3 പേരുണ്ട്. വാ, കപ്പ തരാം. തൈരും ചമ്മന്തി ഉണ്ട്. കുട്ടനാട്ടുകാരുടെ ഒരു ജീവിതം മൊത്തത്തിൽ വള്ളത്തിലും വെള്ളത്തിലുമായിട്ടാണ്. ഇതിപ്പോൾ ഞാൻ പറയാ, ഇവിടെ 73 ഞാനിവിടെ വന്നതാണ്. ഇതിനോടകത്ത് എത്രയോ മന്ത്രിമാരിവിടെ ഭരിച്ചു. ഈ റോഡൊന്ന് നന്നാക്കി ഒന്ന് തരാൻ പറഞ്ഞിട്ട് ഇതേവരെ ഒന്ന് വേണ്ട ഒരു വഴി ഒന്നൊന്ന് കിളത്തി കിട്ടാനായിട്ട് ഉള്ള ഗ്രാമസഭയ്ക്കെല്ലാം കൊണ്ടുവന്ന് അപേക്ഷ കൊടുക്കും. പക്ഷേ യാതൊരു പ്രതിഫലവും ഇല്ല, ഇതേവരെ ഉണ്ടായിട്ടില്ല. അത്രയും ആൾക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്, പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജയലക്ഷ്മി, ഇത് തന്നെയാണ് കുട്ടനാട്ടിൽ, പ്രത്യേകിച്ച് അപ്പർ കുട്ടനാടൻ മേഖലയിലെ താരതമ്യേന താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ അവസ്ഥ സമാനമാണ്. വീടിന് അകത്തും പുറത്തും ഒക്കെ ഒരേപോലെ തന്നെ. അഭിലാൽ, അവർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ ശീലമായ പോലെയാണ്. വളരെ ലാഘവത്തോടെയാണ് അടുക്കളയിൽ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. കാരണം സ്ഥിരമാണ് ഇത് എന്നത് മനസ്സിലാക്കുന്നു. അവര് പരാതി പറഞ്ഞിട്ടും ഒന്നും വഴി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പം കിട്ടിയ അവസരത്തിൽ മീൻ പിടിച്ചത് കറിയാക്കാനുള്ള കാര്യങ്ങളിലേക്ക് വരെ അവർ പോകുന്ന ഒരു സാഹചര്യമാണല്ലേ? അതെ അതെ, കൗതുകകരമായ കാഴ്ചകൾ കൂടിയാണ്. കാരണം മറ്റു മേഖലകളിൽ നിന്ന് എത്തുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും വീടിന് പരിസരത്ത് വരെ തോണിയിൽ ആളുകൾ എത്തിച്ചേരുന്നു, വീടിന്റെ പടിക്കെട്ടിലിരുന്ന് മീൻ പിടിക്കുന്നു. അത് സത്യത്തിൽ കൗതുകം കൂടി നിറയ്ക്കുന്ന കാഴ്ചകളാണ്. പക്ഷേ ദുരിതം എന്നുള്ളതാണ് അവരുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്നത്. പ്രത്യേകിച്ചും ഇക്കുറി മെയ് അവസാന വാരത്തോടു കൂടി വെള്ളം ഉയർന്നിരുന്നു. അത് ജൂൺ മാസത്തിൽ സ്ഥിതി ആവർത്തിച്ചു. ഇപ്പോഴും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. ഈ വരമ്പനകത്തുമാലി എന്ന സ്ഥലം മണിമലയാറിൽ നിന്നും 100-150 മീറ്റർ മാത്രം അകലെയുള്ള പ്രദേശമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ, കടപ്ര പഞ്ചായത്ത് പരിധിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ചേട്ടാ, ഇത് ഇവിടെ താമസം തുടങ്ങിയ കാലമുള്ള അവസ്ഥ ഇങ്ങനെ അവസ്ഥ ഇത് തന്നെ.
ഒരു മാറ്റവും ഇല്ല ഇതുവരെയായിട്ട്. അതെ, 52 വർഷത്തോളമായി. എൻ്റെ അമ്മയെ ഇത് ഇവിടെ 52 വർഷം അല്ല 52 വർഷത്തോളമായി. ഇതുവരെ എനിക്കിപ്പം 47 വയസ്സുണ്ട്. എൻ്റെ ഇതിൽ ഓർമ്മ തൊട്ട് ഇതിങ്ങനെ തന്നെ ഈ പ്രദേശം ഒരു മാറ്റവും ഇല്ല. ഇവിടെ ഇപ്പം അമ്മ തന്നെ ഇപ്പം പറഞ്ഞു മന്ത്രിമാർ മാറി വരുന്ന ഭരണം ഇത് ആര് ഭരിച്ചെന്ന് പറഞ്ഞാലും ഈ പ്രദേശം ഈ കടപ്ര പഞ്ചായത്ത് പുളക്കീഴ് തൊട്ട് ഇങ്ങോട്ട് ഇതേ രീതിയിൽ തന്നെ ഒരു മാറ്റവും ഇല്ല. ഒരു ഉയർച്ചയില്ലാത്തൊരു പ്രദേശമായത്. ഉൾപ്രദേശങ്ങളിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം കയറുന്നതോടുകൂടി ചെറു റോഡുകളാകെ വെള്ളത്തിൽ മുങ്ങും. അങ്ങനെ സഞ്ചാരം തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ട്. കാൽനടയായി പോലും ആളുകൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. പിന്നെ മിക്കവാറും വീടുകളിലൊക്കെ ചെറിയ ഫൈബർ വള്ളങ്ങളുണ്ട്, അതാണ് ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ ഇനിയും ആറ്റിലെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ് ഇവിടുത്തെ വെള്ളക്കെട്ട് താഴ്ന്നെങ്കിൽ മാത്രമേ ഇവരുടെയൊക്കെ തന്നെ ജീവിതം സാധാരണ രീതിയിലേക്ക് എത്തുകയുള്ളൂ.